adjustment is drawings. So we have already discussed what is drawings. Drawings means those goods or cash which the proprietor take for his personal use. ഒരാളുടെ ആ പ്രൊപ്പറേറ്റർ അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് ഗുഡ്സ് അല്ലെങ്കിൽ ക്യാഷ് അത് വിഡ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. സോ ഹിയർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ് ടോൾഡ് അബൌട്ട് ഡ്രോയിങ്സ് ഇൻ ഗുഡ്സ്. ഗുഡ്സ് ആയിട്ട് ഡ്രോയിങ്സ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫൈനൽ അക്കൗണ്ടിൽ വരിക. സോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഐറ്റംസ് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അപ്പം ഡ്രോയിങ്സ് ഇൻ ഗുഡ്സ് വി ഹാവ് ടു ഷോ ഫസ്റ്റ് ഇൻ ഡിഡക്റ്റ് ഫ്രം പർച്ചേസ് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്യണം. കാരണം ഗുഡ്സ് ആണ്, നമ്മുടെ ബിസിനസ്സിൽ നിന്നുള്ള ഗുഡ്സ് ആണ് പോയിട്ടുള്ളത്. അപ്പം ഗുഡ്സിനെ നമ്മൾ ഓൾറെഡി രേഖപ്പെടുത്തിയിട്ടുള്ളത് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. സോ ആ ഗുഡ്സ് പോകുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് പോകുമ്പോൾ വി ഹാവ് ടു ഡിഡക്റ്റ് ഇറ്റ് ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട് ഇൻ പർച്ചേസ്. അതുപോലെ തന്നെ വി ഹാവ് ടു ഡിഡക്റ്റ് ഫ്രം ക്യാപിറ്റൽ ഇൻ ബാലൻസ് ഷീറ്റ്. കാരണം ബാലൻസ് ഷീറ്റിലെ നമ്മുടെ ക്യാപിറ്റൽ ആ ഒരു എമൗണ്ട് കൊണ്ടാണ് നമ്മൾ പർച്ചേസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. സോ ഡ്രോയിങ്സ് ഹാവ് ടു ബി ഡൺ അറ്റ് ടു പ്ലേസസ്. വൺ ഇസ് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ either we can deduct from purchase in the debit side or we can credit. ഇവിടെ വെറുതെ ക്രെഡിറ്റ് ചെയ്യാം. രണ്ടാണെങ്കിലും സെയിം ഇഫക്റ്റ് ആണ്. ഇപ്പോൾ ഇവിടെ പർച്ചേസിൽ നിന്ന് നമ്മൾ ഒന്നെങ്കിൽ ആ എമൗണ്ട് ആ ഗുഡ്സ് പോയ ഗുഡ്സ് ഡിഡക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ പോയ ഗുഡ്സ് വെറുതെ ക്രെഡിറ്റിൽ കാണിക്കുക. രണ്ടാണെങ്കിലും നമുക്ക് സെയിം ഇഫക്റ്റ് വരും. അതേപോലെ വി ഹാവ് ടു ഡു ഇറ്റ്, വി ഹാവ് ടു ഡിഡക്റ്റ് ഫ്രം ക്യാപിറ്റൽ. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് വി ഹാവ് ടു ഡിഡക്റ്റ്. So this is the two adjustments of drawings. Okay. Next is goods distributed as free samples. ചിലപ്പോൾ നമ്മൾ ഗുഡ്സ് സെയിലിന് മുമ്പേ ഫ്രീ സാമ്പിൾസ് ആയിട്ട് കൊടുക്കാറുണ്ട്. അതായത് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് ഗുഡ്സ് ആക്ച്വൽ സെയിലിന് മുമ്പായിട്ട് നമ്മൾ ഫ്രീ സാമ്പിൾസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അത് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് അഡ്വർടൈസ്മെൻറ്റ്. അതൊരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമാണ്. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് സെയിം ആസ് അഡ്വർടൈസ്മെൻറ്റ്. ആൻഡ് വാട്ട് ഇസ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് വി ഹാവ് ടു ഡെബിറ്റ് ഇൻ P&L അക്കൗണ്ട്. നമ്മൾ യൂഷ്വലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ P&L ഡെബിറ്റ് ചെയ്യാണ്. അതേ ഇഫക്റ്റ് തന്നെയാണ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസിനും വരിക. P&L അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ വി ക്യാൻ ഡെബിറ്റ് ടു അഡ്വർടൈസ്മെൻറ്റ്, അല്ലെങ്കിൽ ടു ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ തന്നെ കൊടുക്കാം. സോ ദാറ്റ് ഈസ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്. ഫസ്റ്റ് വി ഹാവ് ടു ഡെബിറ്റ് ഇൻ P&L അക്കൗണ്ട് ആൻഡ് ദെൻ വി ഹാവ് ടു ഡിഡക്റ്റ് ഫ്രം പർച്ചേസ് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്. കാരണം നമ്മുടെ ഗുഡ്സ് തന്നെയാണ് അവിടെയും പോകുന്നത് അല്ലെങ്കിൽ കുറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഈ ഡ്രോയിങ്സ് കുറച്ച പോലെ തന്നെ നമ്മൾ പർച്ചേസിൽ നിന്ന് ആ ഗുഡ്സ് ഡിഡക്റ്റ് ചെയ്യണം. or else we can credit in trading account. അപ്പോൾ അതാണ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്. രണ്ട് സ്ഥലങ്ങളിലെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, രണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗുഡ്സിൽ നിന്നത് കുറയ്ക്കണം. ഓക്കെ. നെക്സ്റ്റ് ഇസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അടുത്ത ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. സോ വാട്ട് ഇസ് ലോൺ? ലോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം നമ്മളൊരു ലോൺ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ആർ ലയബിലിറ്റി. ഓക്കെ. അപ്പോൾ ലോൺ രണ്ട് തരത്തിൽ നമുക്ക് ലോണിനെ ക്ലാസിഫൈ ചെയ്യാം. ലോൺ ഗിവണും ആകാം, ലോൺ ടേക്കണും ആകാം. നമ്മൾ ലോൺ കൊടുത്തതാകാം ആർക്കെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എവിടുന്നെങ്കിലും ലോൺ എടുത്തതാവാം. ആ രണ്ട് കേസിലും അതിൻ്റെ ഇൻട്രസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫൈനൽ അക്കൗണ്ടിൽ വരിക? ഫസ്റ്റ് വൺ, ലോൺ ഗിവൺ, അതായത് നമ്മൾ ലോൺ കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള ഒരു ഇൻകമാണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? ഫസ്റ്റ് വി ഹാവ് ടു ക്രെഡിറ്റ് ഇൻ P&L അക്കൗണ്ട്. കാരണം എന്താ? ആ ഇൻട്രസ്റ്റ് നമ്മുടെ ഇൻകം ആണ്. സോ നമുക്ക് P&L അത് ക്രെഡിറ്റ് ചെയ്യണം ഇൻകം ആയിട്ട്. സോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഗിവൺ, ലോൺ കൊടുത്ത ലോണാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യണം P&L അക്കൗണ്ടിൽ. കാരണം അത് നമ്മൾക്ക് ഇൻകം ആണ്. അതേപോലെ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. കാരണം നമുക്കതൊരു അസറ്റ് ആണ്. ഓക്കെ.
ഇനി സെക്കൻഡ് വൺ ഇസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ. നമ്മൾ എടുത്ത ഒരു ലോണാണ് എങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേയ്മെൻ്റ് ആണ്, നമുക്ക് നഷ്ടമാണ്. അപ്പം അതുകൊണ്ട് P&L നമ്മളത് ഡെബിറ്റ് ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ലോൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നു. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അപ്പം ലോൺ കൊടുത്തതാണോ കിട്ടിയതാണോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ട്രയൽ ബാലൻസിൽ ലോൺ എവിടെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിൽ ലോൺ എന്ന് പറഞ്ഞിട്ട് വെറുതെ തന്ന് ഡെബിറ്റ് സൈഡിലാണ് അത് കൊടുത്തിട്ടുള്ളത് എങ്കിൽ നമ്മൾ ലോൺ കൊടുത്തതാണ്. ക്രെഡിറ്റ് സൈഡിലാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ലോൺ എടുത്തതാണ്. കാരണം എന്താ, നമ്മൾ പേയ്മെന്റ് നടത്താനുണ്ട്, ക്രെഡിറ്റർ ആണ്. മീൻസ് നമ്മൾ എവിടെ നിന്നാണോ ലോൺ എടുത്തത് അവരെന്ന് പറയുന്നത് നമുക്ക് ക്രെഡിറ്റർ ആണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും അതിൻ്റെ എമൗണ്ട് ഉണ്ടാവുക. നമ്മൾ ലോൺ കൊടുത്തതാണെങ്കിൽ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് ലോൺ ഗിവൺ ആണോ ടേക്കൺ ആണോ നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം ലോൺ ഗിവൺ ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്രെഡിറ്റ് ചെയ്യാം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക. പകരം ലോൺ നമ്മൾ എടുത്തതാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലും കാണിക്കുക. സോ ദിസ് ഇസ് ദി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഓക്കെ, നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. വാട്ട് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രൊപ്പറേറ്റർ ബിസിനസ്സിലേക്ക് നിക്ഷേപിച്ച അമൗണ്ട്, അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ എമൗണ്ടിന് ബിസിനസ് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ്, അതായത് ഓണർക്ക് ബിസിനസ് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ അത് ബിസിനസ്സിനൊരു എക്സ്പെൻസ് ആണ്. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന ഐറ്റം എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യേണ്ടത്? അഡ്ജസ്റ്റ്മെന്റിൽ തന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ we have to debit in P&L account because it is an expense to the business, and also we have to add to capital in balance sheet. കാരണം എന്താ, നമ്മുടെ ക്യാപിറ്റലിന് ഒരു അഡീഷൻ ആണത്, ക്യാപിറ്റലിന് കൊടുക്കുന്ന അതിൻ്റെ റിട്ടേൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മളത് ആഡ് ചെയ്യുന്നു. പക്ഷേ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്, ബിസിനസ് ക്യാപിറ്റലിൻ്റെ മേലെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ബിസിനസ്സിന് അതൊരു എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ വി ഹാവ് ടു ഡെബിറ്റ് ഇറ്റ് ഇൻ P&L and also we have to add to capital. ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിലെ ക്യാപിറ്റലിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പറേറ്റർ ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ യൂസിന് എടുക്കുന്ന ഐറ്റം, അതാണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മേലെയുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പറേറ്റർ ബിസിനസ്സിന് തരേണ്ട ഇൻകം ആണ്. അപ്പം അതുകൊണ്ട് അത് നമുക്കൊരു ഇൻകം ആണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആസ്പെക്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരിക. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇസ് ആൻ ഇൻകം ടു ദ ബിസിനസ്. സോ വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ് ഇൻ P&L account, ഓൾസോ ഡിഡക്റ്റ് ഫ്രം ക്യാപിറ്റൽ ഇൻ ബാലൻസ് ഷീറ്റ്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരിക P&L-ലും ക്യാപിറ്റലിലും ആണ് വരിക. P&L അക്കൗണ്ടിൽ P&L അക്കൗണ്ട് ആൻഡ് ഓൾസോ ബാലൻസ് ഷീറ്റ്, ഇവിടെ രണ്ടിടത്തുമാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ആസ്പെക്ട് വരിക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾക്ക് ഈ എക്സ്പെൻസ് ആയതുകൊണ്ട് P&L നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതേപോലെ നമ്മുടെ ക്യാപിറ്റലിൻ്റെ കൂടെ അതൊരു അഡീഷൻ ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എന്നുള്ള ഐറ്റത്തിൻ്റെ കൂടെ നമ്മൾ അത് ആഡ് ചെയ്യുന്നു, ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇസ് ആൻ ഇൻകം ടു ദ ബിസിനസ്. സോ വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ് ഇൻ P&L, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട്. ഓൾസോ വി ഹാവ് ടു ഡിഡക്റ്റ് ഫ്രം ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓൾറെഡി വി ഹാവ് ടു ഡിഡക്റ്റ് ഡ്രോയിങ്സ്, ഓൾസോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വി വിൽ ഡിഡക്റ്റ്. അപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി വേറൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇഫ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് ഷോ ഓൺലി ഇൻ P&L account. ഇത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിലാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യേണ്ടത്. പകരം ഇത് ട്രയൽ ബാലൻസിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും തന്നിട്ടുള്ളത് എങ്കിൽ ഈ ബാലൻസ് ഷീറ്റിലെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടതില്ല. നമ്മൾ P&L ഡെബിറ്റ് ക്രെഡിറ്റും, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ ഡെബിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിൽ ക്രെഡിറ്റും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഇത് രണ്ടുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്.
നെക്സ്റ്റ് വൺ ഇസ് സാലറി ടു പ്രൊപ്പറേറ്റർ. നമ്മൾ ചിലപ്പം പ്രൊപ്പറേറ്റർക്കായിട്ടൊരു സാലറി കൊടുക്കും. ഓൾറെഡി കമ്പനിയിലെ എംപ്ലോയീസിന് സാലറി കൊടുക്കും, അത് നമ്മൾ P&L ഡെബിറ്റ് ചെയ്യും. അത് കൂടാതെ പ്രൊപ്പറേറ്റർക്ക് കൊടുക്കുന്ന സാലറി ഉണ്ടെങ്കിൽ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മിക്കവാറും നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ ആനുവലി ഒക്കെ ആയിരിക്കും കൊടുക്കുക. പിന്നെ കൊടുക്കുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ സാലറി ടു പ്രൊപ്പറേറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. പിന്നെ ഇയർ എൻഡിൽ അത് നമ്മൾ P&L ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി വരിക P&L അക്കൗണ്ട് ഡെറ്റർ ടു സാലറി ടു പ്രൊപ്പറേറ്റർ എന്നാണ്. അതായത് സാലറി ടു പ്രൊപ്പറേറ്റർ നമ്മൾ ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. നമ്മൾ മറ്റേ സാധാ സാലറീസ് ഒക്കെ ഡെബിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ടു സാലറി ടു പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. അതുകൂടാതെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മുടെ പ്രൊപ്പറേറ്റർക്ക് നമ്മൾ കൊടുക്കുന്ന സാലറിയാണ്. സോ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് സാലറി ടു പ്രൊപ്പറേറ്റർ. Okay. From salary to proprietor, we have to debit in P&L account to salary to proprietor, and also we have to show in the balance sheet under capital as addition to it. Now, last adjustment is manager's commission. Okay. Manager's commission. Salary to proprietor കൂടാതെ managers commission ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മാനേജേഴ്സ് കമ്മീഷൻ കൊടുക്കേണ്ടപ്പോൾ അതിന് ഫോർമുലാസ് പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ മാനേജേഴ്സ് കമ്മീഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ മാനേജേഴ്സ് കമ്മീഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ P&L അക്കൗണ്ടിൽ ബാക്കി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കണം. എന്നിട്ട് ലാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ മാനേജേഴ്സ് കമ്മീഷൻ ഉണ്ടെങ്കിൽ തന്നെ എടുക്കേണ്ടത്. കാരണം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം മാനേജേഴ്സ് കമ്മീഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിൽ 2 കേസുകൾ പറയുന്നുണ്ട്. അപ്പോൾ ആ 2 കേസിലും എങ്ങനെയാണ് നമ്മൾ കമ്മീഷൻ കണ്ടുപിടിക്കുക. ഫസ്റ്റത്തെ കേസ്, ഇഫ് മാനേജേഴ്സ് കമ്മീഷൻ ഈസ് ഗിവൺ ആസ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് കമ്മീഷൻ. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ബിഫോർ ചാർജിങ് കമ്മീഷനും ആഫ്റ്റർ ചാർജിങ് കമ്മീഷനും, അതാണ് 2 കേസസ് പറയുന്നത്. അതായത് മാനേജറിൻ്റെ കമ്മീഷൻ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു എത്ര ശതമാനമാണെന്ന് നിശ്ചിത ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബിഫോർ ചാർജിങ് കമ്മീഷൻ ആണെങ്കിൽ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. ആ കമ്മീഷൻ ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ ഇൻറ്റു റേറ്റ് ബൈ 100. ഡയറക്ട്ലി നമ്മൾ ആ റേറ്റ് അപ്ലൈ ചെയ്യുക. അതായത് നമ്മൾ P&L അക്കൗണ്ട് വരച്ച് അതിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ മാർക്ക് ചെയ്തു. ലാസ്റ്റ് നമുക്കൊരു നെറ്റ് പ്രോഫിറ്റ് കിട്ടി. നമ്മൾ അതിവിടെ എഴുതാൻ പാടില്ല. ഇൻ കേസ് നമുക്ക് മാനേജേഴ്സ് കമ്മീഷൻ കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ ബിഫോർ ചാർജിങ് കമ്മീഷൻ ആണെങ്കിൽ ബാക്കിയുള്ള ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊരു നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ആ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന നെറ്റ് പ്രോഫിറ്റ് അതാണ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ. കമ്മീഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മളിത് ബാലൻസ് ചെയ്ത് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100. അപ്പോൾ നമുക്ക് മാനേജേഴ്സ് കമ്മീഷൻ കിട്ടും. അതും കൂടി നമ്മളിവിടെ എഴുതിയിട്ട് വേണം, പിന്നെയാണ് നമുക്ക് ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടുക ബിഫോർ ചാർജിങ് കമ്മീഷൻ ആണെങ്കിൽ. ഇനി ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എങ്കിൽ ഇതേപോലെ നമ്മളൊരു നെറ്റ് പ്രോഫിറ്റ് റഫായിട്ട് കണ്ടുപിടിക്കുക. ആ നെറ്റ് പ്രോഫിറ്റ്, അതായത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് കമ്മീഷൻ ഇൻറ്റു റേറ്റ് ബൈ 100 പ്ലസ് റേറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബിഫോർ ചാർജിങ്ങും ആഫ്റ്റർ ചാർജിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഫോർമുലാസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. മാനേജേഴ്സ് കമ്മീഷൻ നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ഐറ്റം ആയിട്ടാണ് P&L അക്കൗണ്ടിൽ. ഇതാണ് മാനേജേഴ്സ് കമ്മീഷന്റെ കാൽക്കുലേഷൻ. മാനേജേഴ്സ് കമ്മീഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ബാക്കി എല്ലാ P&L ചെയ്യേണ്ട ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും നമ്മൾ ചെയ്തിട്ട് ഒരു റഫായിട്ടൊരു പ്രോഫിറ്റ് നമ്മളവിടെ കണ്ടുപിടിക്കണം. ആ പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിൽ വെച്ചാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 2 തരത്തിൽ നമുക്ക് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് കമ്മീഷൻ ആ രീതിയിലാണ് മാനേജേഴ്സ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്കിൽ നമ്മൾ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഡയറക്ട്ലി റേറ്റ് അപ്ലൈ ചെയ്താൽ മതി. അല്ല, ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ റഫായിട്ട് കണ്ട നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ്. അപ്പം ഈ രീതിയിൽ നമുക്ക് കമ്മീഷൻ കിട്ടും. മാനേജേഴ്സ് കമ്മീഷൻ ഏത് രീതിയിലാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കമ്മീഷൻ കണ്ടുപിടിച്ചാൽ നെക്സ്റ്റ് വി ഹാവ് ടു ആഡ് ദാറ്റ് ഐറ്റം. ആ ഒരു ഐറ്റം കൂടി ഇവിടെ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ആ കണ്ടുപിടിച്ച ഐറ്റം കൂടി എഴുതിയിട്ട് പിന്നെ വേണം നമ്മൾ P&L ബാലൻസ് ചെയ്ത് ശരിക്കുള്ള നെറ്റ് പ്രോഫിറ്റ്
കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇത്രയാണ് the different adjustments related to final accounts. So there are almost 19 adjustments related to final accounts. Hope you are clear with each of the adjustments and its treatment. Now we have to work out many problems based on these adjustments. Hope you are clear with the final accounts concepts fully. Thank you.